നോക്കിയാൽ അറിയാലോ, നമ്മൾ കുട്ടി നമ്മൾക്ക് അറിയല്ലോ. മുഖം കണ്ടാൽ മതി, എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവുമല്ലോ. ആ അടയാളമെല്ലാം വെച്ചിട്ട് നോക്കുക. ഈ 3 ദിവസമായിട്ട് ഇവിടെ കാത്തിരിക്കുക. ഉടനെ ഇതുവരെ എங்களுக்கு കിട്ടാതെ കൊണ്ട് എங்களுக்கு ഭയങ്കര വിഷമമുണ്ട്. എല്ലാ പൊടിയും ഞങ്ങൾ നോക്കി, ഇതുവരെ കണ്ടില്ല. തങ്കരാജിൻ്റെ പേരക്കുട്ടി മരുമകളടക്കം 5 പേരാണ് ചൂരൽമലയിൽ നിന്നും നഷ്ടപ്പെട്ടത്. മൃതദേഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല. കോട്ടൂരിലെ താമസം. അപ്പോൾ എൻ്റെ മകനുക്ക് പെണ്ണ് കെട്ടിയത് ചൂരൽമല. പെണ്ണും ഒരു ആണ് ഉള്ളവരാണ്. അവരുടെ പേര് വന്നിട്ട് ദാസൻ. അവർ പെണ്ണുങ്ങളുടെ പേര് സർസ്. അവർ മകളെയാണ് എൻ്റെ മകന് കല്യാണം ചെയ്തത്. എൻ്റെ മരുമകൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായി മരിച്ചിട്ട്. അവർക്ക് 2 കുട്ടിയാണ്, ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ. അതേ ഞങ്ങളാ പൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ ചേർത്ത് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അവർ വന്നിട്ട് അമ്മായി വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ മകന് പെണ്ണ് കെട്ടുന്ന വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് പെൺകുട്ടിയെ പഠിപ്പിക്കുക. പിന്നെ അവർ കൊണ്ടുപോയിട്ട് അവിടെ ചൂരൽമല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിറ്റേ ദിവസം ഈ മലയെല്ലാം വന്നിട്ട് പെരയടക്കം, രാത്രിയിൽ പെരയടക്കം വെള്ളത്തിലെല്ലാം ഒഴുകിപ്പോയി. അടുത്ത് പോയിട്ട് വെള്ളം ഒഴുകിപ്പോയി. തെരഞ്ഞു பார்க்குമ്പോൾ 3 ആൾ കിട്ടി. അവർ മകനും അവർ മരുമകളും അവർ പേരക്കുട്ടിയും കിട്ടി. പിന്നെ ഒരു അച്ഛനും അമ്മയും എൻ്റെ പേരക്കുട്ടി ഒരു പെൺകുട്ടി 9 വയസ്സാണ്. ഇവർ 3 ആൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതേ തെരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ 3 ദിവസമായിട്ട് ഇവിടെ കാത്തിരിക്കുക. ഉടനെ ഇതുവരെ എங்களுக்கு കിട്ടാതെ കൊണ്ട് എங்களுக்கு ഭയങ്കര വിഷമമുണ്ട്. എല്ലാ പൊടിയും ഞങ്ങൾ നോക്കി, ഇതുവരെ കണ്ടില്ല. നേരിട്ട് നോക്കിയാൽ അറിയാലോ, നമ്മൾ കുട്ടി നമ്മൾക്ക് അറിയല്ലോ. മുഖം കണ്ടാൽ മതി, എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവുമല്ലോ. ആ അടയാളമെല്ലാം വെച്ചിട്ട് നോക്കുക. പോയി നോക്കുന്നതെല്ലാം വണ്ട് വെവ്വേറെ ആളുകളും വെവ്വേറെ കുട്ടികളുമാണ്. നമ്മൾ കുട്ടിയും കിട്ടിയിട്ടില്ല, അവർ അച്ഛനും അമ്മയും കിട്ടിയിട്ടില്ല.